പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ജീവവൃക്ഷം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളെ വചനവുമായി നിൽക്കുവാൻ, നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ കൃപ തന്ന സർവശക്തനാകുന്ന ദൈവത്തിന് ആയിരം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കും. പ്രാരംഭമായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിലെ 66-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകവുമാണ്. ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാരിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടപ്പോൾ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിൽ താനാവുകയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെടുകയും പിതാവായ ദൈവം കർത്താവിന് നൽകിയതായ വെളിപ്പാട് തൻ്റെ ദൂതനെ അയച്ച് യോഹന്നാന് കർത്താവ് നൽകിയ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവിനെയും അവൻ്റെ അധികാരത്തെയും അവൻ നടത്തുന്നതായ ന്യായവിധികളെയും പൊതുവാന ഭൂമിയെയും മറ്റും പ്രവചനാത്മാവിൽ ദർശിപ്പാൻ ഈ യോഹന്നാൻ അപ്പോസ്തലന് ഭാഗ്യം ലഭിച്ചു. 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ പലസ്തീനിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തതായ യോഹന്നാൻ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട ശിഷ്യനായിരുന്ന യോഹന്നാൻ അത്താഴത്തിൽ കർത്താവിൻ്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ മരിച്ചവനെ പോലെയായി എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ കർത്താവിനെ എങ്ങനെ യോഹന്നാൻ കണ്ടു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളൂട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. പ്രിയ ദൈവമക്കളെ, 3.5 വർഷക്കാലം യേശുവിനോടുകൂടെ സഞ്ചരിച്ച, യേശുവിനെ അടുത്തറിഞ്ഞ, യേശുവിനോടുകൂടി ഭക്ഷിച്ച യേശുവിൻ്റെ മാർവിൽ ചാരിയ യോഹന്നാൻ
ഇവിടെ പത്മോസ് ദ്വീപിൽ വെച്ച് അതേ കർത്താവിനെ കാണുമ്പോൾ മരിച്ചവനെ പോലെയായി എന്ന് നമ്മളിവിടെ വായിച്ച് കേൾപ്പാനിടയായി തീർന്നു. സുവിശേഷങ്ങളിലേക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തു ദരിദ്രനായ ക്രിസ്തു, വിശപ്പുള്ളവനായ ക്രിസ്തു, കരയുന്നവനാകുന്ന ക്രിസ്തു, നിസ്സഹായനായ ക്രിസ്തു, എല്ലാവരാലും തള്ളപ്പെട്ടവനായ ക്രിസ്തു, നീതിമാനെങ്കിലും കുറ്റം വിധിക്കപ്പെട്ട ക്രിസ്തു, ക്ഷീണനായ ക്രിസ്തു, ശരീരത്തിൽ താനായിരുന്നപ്പോൾ പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായ ക്രിസ്തു, മറ്റുള്ളവരാൽ പീഡിക്കപ്പെട്ടവനായ ക്രിസ്തു, കഷ്ടത അനുഭവിച്ച ക്രിസ്തു, തകർക്കപ്പെട്ട ക്രിസ്തു. എന്നാൽ യോഹന്നാൻ പത്മോസിൽ കാണുന്ന ക്രിസ്തു ന്യായത്തിനു വേണ്ടി കേഴുന്ന ക്രിസ്തുവല്ല, ന്യായാധിപതിയായ ക്രിസ്തു. ക്രൂരന്മാർ മുഷ്ടി ചുരുട്ടി കുത്തിയ മുഖമല്ല അവൻ കാണുന്നത്, വികൃതമാക്കപ്പെട്ട മുഖമല്ല കാണുന്നത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു. അവൻ്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തതായിരുന്നു. അവൻ്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണായിരുന്നു. സുവിശേഷങ്ങളെ ക്രിസ്തു ആർക്കെങ്കിലും ദയ തോന്നുമോ സഹതാപം തോന്നുമോ എന്ന ദയാപുരസ്സരം നോക്കുന്ന കണ്ണുള്ളവനായിരുന്നു. കരുണയ്ക്കു വേണ്ടി കേഴുന്നവനായിരുന്നു. ഇവിടെ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, വെള്ളൂട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, നീതിയുള്ള ന്യായാധിപതിയുടെ സംശുദ്ധമായ അധികാരമാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെയായി. വെളിപ്പാടിൽ വെളിപ്പെടുത്തുന്ന ക്രിസ്തു നീതിയുള്ള ന്യായാധിപതിയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ കരയുകയാണ്. ഈ പുസ്തകം തുറക്കുവാൻ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആരുള്ളൂ എന്നുള്ള ഇളം ചോദ്യത്തിൻ്റെ മുൻപാകെ ഭൂസ്വർഗ പാതാളങ്ങൾ നിശ്ചലമായി മൗനമായപ്പോൾ യോഹന്നാൻ വാവിട്ട് കരഞ്ഞു. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ അഥവാ പാതാളത്തിലോ ഉള്ള ആരെയും യോഗ്യരായി കാണുവാൻ, പുസ്തകം തുറപ്പാനെങ്കിലും അത് മുദ്ര പൊട്ടിക്കുവാനെങ്കിലും വായിക്കുവാനെങ്കിലും ആരെയും കാണാകയാൽ യോഹന്നാൻ കരയുന്നു. എന്നാൽ നമ്മുടെ വായിച്ചത്, യോഹന്നാനെ നീ കരയേണ്ട, പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും അത് വായിക്കുവാനും യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ യോഗ്യനായിരിക്കുന്നു എന്നുള്ള ആ പ്രസ്താവനയുടെ മുൻപാകെ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും സകലരിലും യോഗ്യനായവനാണ്. ഇവിടെ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കാൽവറി ക്രൂശിൽ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തു പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്നുള്ള രക്ഷ കൊടുത്തുകൊണ്ട്, വിടുതൽ കൊടുത്തുകൊണ്ട്, സമാധാനം നൽകിക്കൊണ്ട് രക്ഷിപ്പാൻ, ദൈവിക ന്യായവിധിയിൽ നിന്ന് വിടിയിപ്പാൻ യേശു മാത്രം യോഗ്യൻ. എന്തുകൊണ്ട് യേശു യോഗ്യനായി തീർന്നു? ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും
ആദാമ്യ വർഗത്തിൽപ്പെട്ട സകലരും തന്നെ ആദാമ്യവർഗത്തിൻ്റെ പാപത്തിൽ അടിമപ്പെട്ടവരാണ്. പാപത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യനും പാപിയായ ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ യോഗ്യനല്ല. അവൻ മനസ്സാ വാച കർമ്മണ പാപിയാണ്. അങ്ങനെ പാപത്തിൽ ജനിച്ച മനുഷ്യനായ ഒരുവന് അതേപോലെ പാപത്തിൽ ജീവിക്കുന്ന മറ്റൊരുവനെ രക്ഷിപ്പാൻ യാതൊരു കാരണവശാലും യോഗ്യനല്ല. പാപമില്ലാത്ത ഒരുവന് മാത്രമേ പാപത്തിൽ വീണ് കിടക്കുന്ന, പാപത്തിൻ്റെ ശിക്ഷയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. പുരുഷ സ്ത്രീ ബന്ധത്തിലൂടെ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്ന ഒരുവനും പാപം കൂടാതെ ജനിപ്പാൻ കഴിയുകയില്ല. പാപിയായ മനുഷ്യനിൽ ജനിക്കുന്ന സകലരും പാപബീജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവനിൽ പാപം കുടികൊള്ളുന്നു. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിപ്പാൻ പാപം കൂടാതെ ഒരുവൻ വരേണ്ടത് ആവശ്യമായിരുന്നു. പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവിനെ പാപം കൂടാതെ, പാപബീജം കൂടാതെ, പാപത്തിൻ്റെ രക്തം കൂടാതെ ഒരു ജന്മം നൽകി, ഒരു ശരീരം നൽകി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പിപ്പാൻ പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നി.